തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കാണാൻ തോന്നുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും കാത്തിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്. അപ്പൊ അതുപോലെ ഞാൻ മനസ്സറിഞ്ഞൊരു ഡ്യുവറ്റ് പെർഫോമൻസ് ഇവിടെ വരാൻ പോവാണ്. ഡ്യുവറ്റ് വിത്ത് സീനിയേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ സീസൺ 4 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്ന ദേവനന്ദ കുട്ടിയും നമ്മുടെ പാർവണ കുട്ടിയും എത്താണ്. വെൽക്കം. ട്വിൻസ്. ഒരേപോലത്തെ വേഷം സ്വർഗത്തിൽ അയ്യോ നല്ല രസമല്ലേ? ഉർവശി, രംഭ, മേനക, തിലോത്തമ ഇതിലെ ആരാണ്? അപ്പൊ ദേവലോകത്ത് ഇപ്പൊ ആരും ഇല്ലേ? ശരിക്കും ട്വിൻസ് പോലെയുണ്ട്. ചക്ര ഇത് കടയിൽ നിന്ന് എടുത്തോ അത് ഇവിടുത്തെ കോസ്റ്റ്യൂംസ് ആരാണെങ്കിലും ഇട്ടത് ഞങ്ങളായതുകൊണ്ട് ഭംഗി കൂടും. ദേവനന്ദ കുട്ടി എന്ത് ചെയ്യുന്നു ഒന്ന് പറഞ്ഞേ. പാട്ടൊക്കെ നന്നായിട്ട് പോകും. പാർവണ എന്തൊക്കെയുണ്ട് വിശേഷം? മൂക്കി പറയൂ. കഴിഞ്ഞ എപ്പിസോഡില് മോള് പാട്ട് പാടില്ലേ, അതിനുശേഷം ഉള്ള വിലയോടി പോയി. എവിടെ പോയാലും ഓളെ മാത്രം മതി എല്ലാവർക്കും. ഇനി അവളെ ഒതുക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? വരും എന്തായാലും ഇല്ലേ? ലിറ്റിൽ ഏഞ്ചലിൽ വരില്ലേ? അവള് സ്റ്റാറായി പോയി. ട്രെയിനിൽ പോയാലൊക്കെ ട്രെയിനിൽ വരുന്ന സമയത്തൊക്കെ ആൾക്കാർ ഇവള് പെട്ടെന്ന് മിങ്കിളാവും എല്ലാരും. അപ്പൊ പാട്ട് പാടി കൊടുക്കും എല്ലാവർക്കും. അപ്പൊ ഞാൻ ആ സൈഡിൽ ഇരിക്കും. എല്ലാരും ഈ കുട്ടി ഫ്ലവേഴ്സ് പാടാൻ പറഞ്ഞിട്ട് ഓള് മാത്രം എല്ലാരും പാടിയ പാട്ടു ശ്രാവണ ചന്ദ്രിക അങ്ങനെയുള്ള പാട്ടാണ് പാടിയത്. കുഞ്ഞ് അവളുടെ ഇരിപ്പ് ചാടിയാ ഗുണ്ടവിനുവിന് എന്നാടാ ഒരു കുറുമ്പിക്കുട്ടിയുടെ മുഖം അല്ലേ? എന്തൊക്കെയാലും എന്റെ അനിയത്തില്ലേ അവള് നന്നാന്ന് എനിക്ക് സന്തോഷം. അതെ അതെ നല്ല മനസ്സാട്ടോ. വെരി ഗുഡ്. അപ്പൊ ഡീറ്റെയിൽസ് പാട്ട് അപ്പൊ ഇന്ന് നിങ്ങൾ മത്സരിക്കുകയാണ്, ശരിക്കും മത്സരിക്കുകയാണ്. പാടിയ പാട്ടാണ് ശ്രീകുട്ടനങ്ങളും ചിത്ര ചേച്ചി, ചിത്ര ചേച്ചി, കല്യാണി മേനോൻ അവരൊക്കെ പാടിയ പാട്ടാണ്. സിനിമ കാക്കക്കുയിൽ. അതിന് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരി സർ, മ്യൂസിക് ദീപൻ ചാറ്റർജി സർ, ഇയർ 2001. കറക്റ്റ്. പിന്നെ ഇന്ന് പാട്ട് കാണാന് അച്ഛന്റെ ഏട്ടന്റെ മോന്റെ പാപ്പനും ഭാര്യയും പിന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാമനും റീജാന്റിയും രഞ്ജിത്ത് മാമനും പിന്നെ റിൻഡേട്ടനും. റീജാന്റി, രഞ്ജിത്ത് മാമൻ, റിൻഡേട്ടൻ. അപ്പൊ അവരൊക്കെ ഇന്ന് കാണാൻ വന്നിരിക്കുകയാണ് പാട്ട് കേൾക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട്. കത്തിച്ച് ഇന്ന് പൊളിക്ക്. ഇന്ന് അടിപൊളിയായിരിക്കും. ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കൊരും മണി കൊണ്ടുവായോ പീലിത്തീരുമുടി മാടിത്തരാമുണ്ണി ഓടക്കുഴലുതി പാടിത്തായോ ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നെ ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായോ.
സൂപ്പർ. സൂപ്പർ. ചുമ്മാ കിഴിച്ചിട്ടിങ്ങ കിഴിന്ന് കിഴിച്ചിട്ടിങ്ങ. എന്തെങ്കിലും ഈ ഡാൻസേഴ്സിന്റെ കൂടെ ഒരു ഡാൻസ് കളിക്കണം വലിയ ആഗ്രഹം. ഇപ്പൊ കളിക്കാൻ എനിക്ക് ഒന്ന് വായോ. വേണ്ട വേണ്ട ഇപ്പൊ വേണ്ട. ഒന്ന് വാ പിന്നെ. ഇനി ഒരു ദിവസം എനിക്ക് നല്ല രസമായിരിക്കും. വാ. ഞാൻ ഡാൻസ് സ്റ്റെപ്സ് വാ, വാ. ഇല്ല, വെൽക്കം ബെന്നി ആന്റി ഓൺ സ്റ്റേജ്. അടിപൊളി. മധുരയ്ക്ക് വരും നേരം തൃപ്പാദം മുടക്കരുതൊരുകം പെണ്ണക വന്നു മറഞ്ഞവനല്ലേ. മുടക്കരുതൊരുകം പെണ്ണക വന്നു മറഞ്ഞവനല്ലേ. ചിന്മയ മതി മതി ഇനി മതി നിന്നറിവായ പാടാമിനിയൊരു ലോല പല്ലവി പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടറാ. വെരി ഗുഡ്, വെരി ഗുഡ്. ആടി ഒരു പിന്നി പൂക്കുറ്റി. നിന്നോമൽ കള്ളച്ചിരി കണ്ടു ഞാൻ കൊണുങ്ങിക്കൊണ്ടൊളിച്ചു വെക്കും കുറുമ്പും കുസൃതിയോ പറഞ്ഞു. അല്ലല്ല ചേച്ചി, വളരെ മോശമായി പോയി ചേച്ചി, വളരെ മോശമായി പോയി. പിള്ളേരെ എവിടെ നിൽക്കി? എന്താ പയ്യന്മാർക്ക് കെട്ടിപ്പിടുത്തൂല്ലേ? അവരാണ് ചേച്ചിയുടെ മക്കളെ പോലെയല്ലേ, അവർക്ക് വിഷമാവില്ലേ? കണ്ടോ, ഈ എപ്പിസോഡ് വിന്നി ആന്റി കൊണ്ടുപോയി. ദേവനന്ദ കുട്ടി എന്തോ ആൻഡ് പാർവണ കുട്ടി രണ്ടുപേരും കിടുക്കിയല്ലോ. അടിപൊളിയായിട്ട് പാടി രണ്ടുപേരും. സൂപ്പർ ആയിരുന്നു കേട്ടോ. ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇട്ടതും ശരിക്കും മത്സരമായിരുന്നു. അതെ 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 അതെ. അതുപോലെ തന്നെ ഡാൻസേഴ്സും ഓർക്കസ്ട്രയും ടോപ്പ് ബാൻഡ് കലക്കി അടിപൊളിയായിരുന്നു. ടോപ്പ് ബാൻഡ്. അപ്പൊ എല്ലാം കൊണ്ടും ഇത് കണ്ണിനും കാതിനും കുളിർമ ഏകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ദേവനന്ദ എപ്പോഴത്തെയും പോലെ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പാർവണയും നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. അതിൽ ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പാൽമഴ പൊഴിയാറായി. പാൽമഴ പൊഴിയാ അത് പാടി. പാൽമഴ പൊഴിയാ പാൽമഴ പൊഴി പാൽമഴ മഴ. പാൽമഴ പൊഴിയാ. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അതാണ് വേണ്ടത്. പരിഭവം പറയാതെ എൻ രാധേ, അതിന്റെ സംഗതി. പരിഭവം പറയാതെ എൻ രാധേ മൃദു എൻ രാധേ എൻ രാധേ ആരാ രാധേ ഏ ഏ ഏ. ഏ. യെസ്, അത് അത് എന്റെ പെർഫെക്ഷൻ കേട്ടോ. സംഭവം എല്ലാം കയ്യിലുണ്ട്. എല്ലാം നന്നായിട്ട് പാടാൻ അറിയാം, നന്നായിട്ട് പാടും. ആ സമയത്തുള്ളൊരു അശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നും കൂടി സൂക്ഷിച്ച് പാടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഒന്ന് പാർവണക്കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സൂപ്പറോ സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോളെ ദേവനന്ദ, ഞാൻ ഇതുപോലെ കോറസ് ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേര്, പണ്ട് പോയ പിള്ളേര് ഭയങ്കര എന്താ പറയാ, ഒത്തിരി നല്ല സിംഗേഴ്സ് പിള്ളേരാണ്. ഇവിടെ അവരെ വളരെ രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച്, അത് മാത്രമല്ല ഗ്രൂം ചെയ്ത് അവരുടെ എക്സ്ട്രാ ഓർഡിനറി പിള്ളേരെന്ന് തന്നെ തോന്നും. അവരുടെ സിംഗിങ് വൈസ് ഞാൻ പലരെയും കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്തൊരു രസം, ഒരു പ്രത്യേക ടോണും പിന്നെ മോള് സ്പീഡിൽ പാടുന്ന ചില വരികളൊക്കെ ഇല്ലേ, കടുക് പൊട്ടുന്ന പോലെ. അതൊന്നും ഒരു ടെൻഷനും ഇല്ല.
ഈ സ്ഥിരം ഏതാണ്ട് സ്റ്റേജിൽ പാടിക്കോ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന ഒരാൾ പാടിയാൽ പോലും ഇത് എല്ലാ ദിവസവും പാടിക്കൊണ്ടിരുന്ന ഒരാൾ പാടിയാൽ പോലും ഇത്ര പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമ്മുടെ പാർവണക്കുട്ടിക്കും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. പാർവണ നമ്മുടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെ പറയാം. ആ പാർവണ ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നല്ല മത്സരം ശരിക്കും ഫീൽ ചെയ്തു. സൂപ്പറായി പാടി രണ്ടുപേരും. അതെ, എനർജി നമുക്ക് കിട്ടി. മോഹൻലാലേട്ടനും ലാലേട്ടനും മുകേഷ് ഡാൻസ് എന്ത് രസമായിട്ടാ മോഹൻലാലേട്ടൻ ഡാൻസ് കളിച്ചിരിക്കുന്നതിനകത്ത്. അങ്ങനെ മോഹൻലാലേട്ടൻ ആരും പറയാറില്ല. ഒരു വെറൈറ്റി ലാലേട്ടൻ പക്ഷെ നമ്മുടെ ചേച്ചി അങ്ങനെ ഇത്തിരി വെറൈറ്റി ആണ്. പിന്നെ പാർവണക്കുട്ടി, ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും അവളുടെ വിഷമം എന്താന്ന് പറയട്ടെ. എത്ര മാർക്ക് 100 കിട്ടിയാലും 100 കിട്ടിയ ഹാപ്പിയാണ്. 99 കിട്ടുമ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വരുമ്പോഴും നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് അവളുടെ വിഷമം. അവളുടെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സങ്കടാവും, അച്ഛന് സങ്കടാവും. അച്ഛൻ കുട്ടിയാ എന്താ ചക്കര അങ്ങനെ? ഇത് അച്ഛനത് തൊട്ടടുത്തിരിക്കുന്നു. അച്ഛൻ വഴക്കൊന്നും പറയല, പക്ഷെ അച്ഛന് ഫുള്ള് ഹാപ്പി ആവണം. അതാണോ എന്താ എന്റെ കാരണം? അച്ഛന് മൈക്ക് കൊടുത്തേ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്താ പറയാ, നല്ലോണം പാടുന്നാണ്. അപ്പൊ ഞാൻ പറയും അങ്ങനെ നല്ലോണം പാടണം പാടണം പറയും. അപ്പൊ പാടി തെറ്റിപ്പോയാല് സങ്കടാണ്. ഓ അത് ശരി, അത് നല്ലൊരു കാര്യം. തെറ്റിപ്പോയ സങ്കടപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലേ? അച്ഛൻ ഇങ്ങനെ എന്താ ഇത്ര സോപ്പിട്ട് ഇങ്ങനെ വെച്ചേക്കണത്? എന്ത് ഇഷ്ടമുള്ള എല്ലാം പറയുമ്പോഴേ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ചക്കരയാക്കി വെച്ചേക്കും അല്ലേ? അതല്ലേ സത്യം? ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് പാട്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ 100 out of 100 കിട്ടും. ഓക്കെ പാർവണക്കുട്ടി, ഇപ്പൊ എല്ലാരും പറഞ്ഞു. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്പീഡ് വരികളും ഇത്രയും നല്ല ഒരു സംഗീതവും അതിന്റെ ഇടയ്ക്ക് കുറെ സംഗതി ഇതുപോലുള്ള സംഗതികളെല്ലാം സൂപ്പറായിട്ട് അത് എടുത്തു കേട്ടോ. ഈ ഒരു പാട്ടായതുകൊണ്ട് നമുക്ക് അധികം ഇതിന് ഒന്നും പറയാനും പറ്റത്തില്ല. സമാനതകളില്ലാത്ത രുചി LG കായം.